പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പാനൽ ബോർഡ് നമ്മുടെയൊക്കെ ഏത് മോട്ടറിന് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഒരു സാധാരണ ടാങ്കിൽ ഇതേപോലെ വെള്ളം ഫില്ലായി പോകുമ്പോൾ ഇതേപോലെ ഫ്ലോട്ട് പൊങ്ങിയിരിക്കും നിൽക്കുക. നമ്മുടെ വാട്ടർ സോഴ്സിൽ വെള്ളമില്ലാത്ത സമയത്ത് തനിയെ മോട്ടറിനെ കട്ട് ഓഫ് ആക്കാനുള്ള പാനൽ ബോർഡാണിത്. ഇൻ കേസ് നമ്മുടെ യൂണിറ്റിന് എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആണ് നമ്മുടെ മോട്ടർ നമ്മൾ നിലവിൽ ചെയ്തേക്കുന്ന സെറ്റപ്പ്. വെള്ളം എടുക്കുന്നില്ല, വീണ്ടും ഡ്രൈ റൺ എന്ന് പറഞ്ഞ് കട്ട് ഓഫായി. എല്ലാവർക്കും നമസ്കാരം, ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് ഡ്രൈ റൺ പാനലിനെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിന് ഒരുപാട് റിക്വയർമെൻ്റ് ഉണ്ട്. ഇതിനു വേണ്ടി ഒരുപാട് കസ്റ്റമേഴ്സ് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അവർ കോമൺ ആയിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളും ഇത് പ്രാക്ടിക്കലായിട്ട് വർക്ക് ചെയ്ത് കാണിക്കുന്നത്, ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഇതിൻ്റെ ഫങ്ഷനിങ്ങും കാര്യങ്ങളും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബേസിക്കലി ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പാനൽ ബോർഡ് നമ്മുടെയൊക്കെ ഏത് മോട്ടറിന് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിപ്പോൾ സിംഗിൾ ഫേസ് ആണ്, ഇത് 3 ഫേസിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ മുകളിൽ വയ്ക്കുന്ന സാധാരണ ഫുഡ് വാൽവ് കണക്ട് ചെയ്യുന്ന മോട്ടറിനോ അല്ലെങ്കിൽ തുറന്ന കിണറുകളിൽ യൂസ് ചെയ്യുന്ന ഓപ്പൺ വെൽ സബ്മേഴ്സിബിളോ അല്ലെങ്കിൽ ബോർവെല്ലിൽ ഉപയോഗിക്കുന്ന ബോർവെൽ സബ്മേഴ്സിബിളോ ഏത് മോട്ടറിന് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്ന ഒരു ഡ്രൈ റൺ പാനലാണ്. ഇതിൻ്റെ ഏറ്റവും ബേസിക് ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളമില്ലാത്ത സമയത്ത്, അതായത് കിണറിൽ വെള്ളമില്ലാത്ത സമയത്ത്, സാധാ കിണറായിക്കോട്ടെ ടാങ്ക് ആയിക്കോട്ടെ എന്താണെങ്കിലും നമ്മുടെ വാട്ടർ സോഴ്സിൽ വെള്ളമില്ലാത്ത സമയത്ത് തനിയെ മോട്ടറിനെ കട്ട് ഓഫ് ആക്കാനുള്ള ഒരു പാനൽ ബോർഡാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് അങ്ങനെയുള്ള ഡീറ്റെയിലൊക്കെ ഞാൻ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിന്ന് എടുത്തേക്കുന്നത് ഒരു സബ്മേഴ്സിബിൾ പമ്പ് തന്നെയാണ്. ഒരു പഴയ 1 HP ഓപ്പൺ വെൽ സബ്മേഴ്സിബിൾ പമ്പാണ് നമ്മളിന്ന് ടെസ്റ്റിങ്ങിനായിട്ട് എടുത്തേക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞ പോലെ ഏത് പമ്പിനും ഉപയോഗിക്കാം. മേളിൽ വയ്ക്കുന്നതായിക്കോട്ടെ, വെള്ളത്തിലിടുന്നതായിക്കോട്ടെ, ഏത് പമ്പിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ അതെങ്ങനെയൊക്കെയാണെന്ന് ഞാൻ ഈ പാനൽ കണക്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ വെള്ളം കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം ഇറക്കാൻ പോവാണ്. അറിയില്ലാത്ത ആരോ ഇത്ര ചേർത്താണ് ഇത് കേബിൾ കട്ട് ചെയ്തേക്കുന്നത്. ഇത് റബ്ബർ ടൈപ്പ് ഉപയോഗിച്ച് നമ്മൾ നിലവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ടെസ്റ്റിങ്ങിനായിട്ട് ഈ മോട്ടർ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പാനൽ വരുന്നത്. ഇതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് വേർഷനാണ്. നേരത്തെ ഒരു വേർഷനിൽ നമ്മുടെ ഈ ഓട്ടോ മാനുവൽ എന്ന് പറഞ്ഞ ഈ നോബ് ഉണ്ടായില്ല. ഇപ്പോൾ വരുന്ന എല്ലാ മോഡൽസിലും ഓട്ടോയും മാനുവലായിട്ടുള്ളൊരു നോബോർഡ് കൂടിയാണ് വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇൻ കേസ് നമ്മുടെ യൂണിറ്റിന് എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇത് മാനുവലിലേക്ക് ഇട്ട് മോട്ടർ ഓൺ ചെയ്യാൻ പറ്റും. അപ്പോൾ യൂണിറ്റ് ഫുള്ളി ബൈപ്പാസ് ചെയ്തിട്ട് ജസ്റ്റ് മാനുവലിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ യൂണിറ്റ് ഫുൾ കംപ്ലൈൻ്റ് ആണെങ്കിൽ പോലും നമുക്ക് മോട്ടർ വർക്ക് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ആ പാനലിൻ്റെ ഒരു ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. നമ്മൾ ശ്രദ്ധിച്ചറിയാം, ഇതിലൊരു സെപ്പറേറ്റ് കോൺടാക്റ്റ് ഉണ്ട്. അത് നമ്മൾ ചില യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ ഒരു യൂണിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ റിലേ സിസ്റ്റം ആയിരിക്കും യൂസ് ചെയ്തേക്കുന്നത്. ഇതിൽ കോൺടാക്റ്റാണ് വരുന്നത്. കുറച്ചുകൂടി ഒരു ഹെവി ടൈപ്പ് മോട്ടറുകൾ, കൂടുതൽ കറണ്ട് എടുക്കുന്ന മോട്ടറൊക്കെ യൂസ് ചെയ്യാൻ പാകത്തിനാണ് ഈ പാനൽ വരുന്നത്. ഏകദേശം ഇതിൻ്റെ ഫുള്ളി ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു പ്രൈസ് വരുന്നത് 4800 രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ കോൺട്രാക്ടറോടും കൂടെയുള്ള യൂണിറ്റിനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ. ഇനി നമുക്കിതൊന്ന് മോട്ടറിൽ കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ ഒരു പാനൽ ബോർഡ് കണക്ഷൻ കൊടുക്കേണ്ട പോലെ തന്നെയാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. ഞാൻ അതുകൊണ്ട് അത് അധികം ഡീറ്റെയിൽ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ന്യൂട്രലും ഫേസും ആദ്യത്തെ പോയിന്റിൽ കൊടുത്തു. പിന്നെ വരണ റെഡ് യെല്ലോ ബ്ലൂ നമ്മുടെ മോട്ടറിൽ നിന്നുള്ള കണക്ഷനാണ്. സബ്മേഴ്സിബിൾ പമ്പ് ആയതുകൊണ്ടാണ് അങ്ങനെ. ഇനി നമ്മൾ എത്ര HP പമ്പാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ റേറ്റിങ്ങിനനുസരിച്ചുള്ള കപ്പാസിറ്റർ നമ്മൾ ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. പിന്നെ സാധാ കിണറിലുള്ള മോട്ടറിന് ഉപയോഗിക്കാനാണെങ്കിൽ അതും നമുക്ക് ഇതിൻ്റെ കപ്പാസിറ്റർ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു കണക്ഷൻ ഡയഗ്രാം റെഡി ആക്കിയിട്ടായിരിക്കും നമ്മൾ ഇവിടുന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കണക്ഷൻസ് കഴിഞ്ഞു. ഫേസ്, ന്യൂട്രൽ, റെഡ്, യെല്ലോ, ബ്ലൂ നമ്മുടെ മോട്ടറിൽ നിന്ന് വരുന്നത്. കപ്പാസിറ്റർ നിലവിലിരിക്കുന്ന പമ്പിനനുസരിച്ചുള്ള കപ്പാസിറ്റർ റേറ്റിംഗ് കൊടുത്തു. ശരിക്കും സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ ആവശ്യമില്ല ഇതിന്, എങ്കിലും ഇരുന്നൂന്ന് ഓർത്ത് കുഴപ്പമില്ല. ഞാനിപ്പോൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ ഈ ഫ്ലിക്കറിങ് വരുന്നത് നമ്മുടെ മൊബൈലിൻ്റെ ഫ്രെയിം റേറ്റിൻ്റെയാണ്, വീഡിയോയുടെ. ശരിക്കുള്ള ആക്ച്വൽ ഡിസ്പ്ലേയിൽ ആ ഫ്ലിക്കറിങ് ഉണ്ടാവില്ല. ഇപ്പോൾ ഫേസും ന്യൂട്രലും കറക്റ്റ് ആണെങ്കിൽ മാത്രം ഇവിടെ സീക്വൻസ് ലൈറ്റ് എത്തും. ഇപ്പോൾ നമ്മുടെ വോൾട്ടേജ് ഇൻഡിക്കേഷനാണ് കാണിക്കുന്നത്, 245 ആണ് കാണിക്കുന്നത്. നമ്മൾ മാനുവൽ മോഡിലിട്ട് ഓൺ ചെയ്യുകയാണ്. ഇപ്പോൾ ഇത് ഓണായി, വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. കറണ്ട് കൺസപ്ഷൻ 7.5, 7.4. മോട്ടർ വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു കൊടുത്തു. ഇതാണ് നമ്മുടെ മോട്ടർ നമ്മൾ നിലവിൽ ചെയ്തേക്കുന്ന സെറ്റപ്പ്. അത് നമ്മുടെ ഒരു കിണറായിട്ടും ഇത് നമ്മുടെ ഓവർഹെഡ് ടാങ്കായിട്ടും സങ്കല്പിക്കുക. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മൾ ഈ സെറ്റിൽ ഒരു 5 സെക്കൻഡ്സ് പ്രസ് ചെയ്ത് പിടിക്കുക. കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിച്ച് കഴിയുമ്പോൾ സെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ആദ്യം ചോദിക്കുന്നത് ലോ വോൾട്ടേജ് ആണ്. ലോ വോൾട്ടേജ് നമ്മളൊരു 180 റേഞ്ചിൽ നമ്മൾ സെറ്റ് ചെയ്യാണ്. ഞാൻ പറഞ്ഞ പോലെ ഫ്ലിക്കറിങ് നമ്മുടെ ഡിസ്പ്ലേയിലുള്ളതല്ല, നമ്മുടെ വീഡിയോയിൽ വരുന്നതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 185 ലോ വോൾട്ടേജ് സെറ്റ് ചെയ്തു. ഇനി ഹൈ വോൾട്ടേജ് ആണ് ചോദിക്കുന്നത്. ഹൈ വോൾട്ടേജ് ഒരു 250, 255 ഒന്നും പ്രശ്നമില്ല. നിങ്ങളുടെ മോട്ടറിൻ്റെ റേറ്റിംഗ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സെറ്റ് കൊടുക്കുക. ഇനി ഡ്രൈ റൺ. ഇപ്പം നമ്മുടെ മോട്ടർ
റണ്ണിങ് ആംബിയറിൽ 7.5 എന്ന് നമുക്കറിയാം. ഞാനിത് 5.5ൽ 2 ആംബിയർ കുറച്ചിട്ടാണ് ഡ്രൈ റൺ സെറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഓവർലോഡാണ്. ഓവർലോഡ് ഇപ്പോൾ നമുക്കൊരു 7 ആംബിയർ എടുക്കുന്ന മോട്ടർ മാക്സിമം ഒരു 10 ആംബിയറിന് മേലെ വന്നു കഴിഞ്ഞാൽ അത് കട്ട് ഓഫ് ആകാൻ പാകത്തിന് വയ്ക്കാം. നമ്മളത് കുറച്ചിട്ട് ഡിക്രീസ് ബട്ടൺ ഞെക്കി 10ൽ സെറ്റ് ചെയ്തു. ഓക്കെ. ഇനി ഇത് ഓൺ ടൈമറാണ്. നമുക്കിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ മോട്ടർ ഓൺ ചെയ്താലും അത്രയും സമയമായിരിക്കും പ്രവർത്തിക്കുക. ഞാനിപ്പോൾ ഇതൊരു 2 മിനിറ്റ് എന്ന് കൊടുത്തു. പിന്നെ ഒരു തവണ പ്രവർത്തിച്ച് കഴിഞ്ഞിട്ട് എത്ര നേരം അത് ഓഫായി കിടക്കണം, ഞാനിത് 1 കൊടുത്തു. അതായത് 1 മിനിറ്റ് ഓഫായി കിടന്നതിന് ശേഷം 2 മിനിറ്റ് ആയിരിക്കും മോട്ടർ പ്രവർത്തിക്കുക. നമുക്കിത് എത്ര നേരം വേണമെങ്കിലും വയ്ക്കാം. അതായത് 999 മിനിറ്റ് വരെ മാക്സിമം വയ്ക്കാം. അടുത്തത് സ്റ്റാർട്ടിംഗ് കപ്പാസിറ്ററാണ്. സ്റ്റാർട്ടിംഗ് കപ്പാസിറ്ററിൻ്റെ ടൈമിംഗ് കൊടുത്തേക്കുന്നത് 2 സെക്കൻഡാണ്. അത് നമുക്ക് 5 സെക്കൻഡ് വരെ കൊടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ നിലവിൽ ഫ്ലോട്ട് കൺട്രോൾ കൊടുത്തിട്ടില്ല, അത് ഓഫായിട്ടാണ് കിടക്കുന്നത്. അതാണ് ULC. നമ്മളിനി ഫ്ലോട്ട് കൺട്രോൾ കണക്ട് ചെയ്തത് കാണിച്ചു തരാം. അടുത്തത് ഒരു തവണ മോട്ടർ ഡ്രൈ ആയിട്ട് ഓടിക്കഴിഞ്ഞാൽ എത്ര നേരം കഴിഞ്ഞ് റീസ്റ്റാർട്ട് ആവണമെന്നാണ്. ഞാനത് 1 സെറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ലോഡ് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ മോട്ടർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. എന്നിട്ട് ആ ടാങ്കിലെ വെള്ളം വറ്റുമ്പോൾ മോട്ടർ ഓഫ് ആവുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഓട്ടോയിലിട്ടു, മോട്ടർ ഓൺ ചെയ്യാണ്. കാണിച്ചു കൊടുത്ത് ടെസ്റ്റിംഗ് ടാങ്കിലേക്ക് പോകുന്ന വെള്ളത്തിൻ്റെ വാൽവ് ഞാൻ ക്ലോസ് ചെയ്തേക്കാണ്. അപ്പോൾ ഇതാ വാട്ടർ ലെവൽ നിങ്ങൾ കുറഞ്ഞു പോകുന്നത് നമുക്ക് കാണാം. നമുക്കിനി വെള്ളത്തിൻ്റെ ലെവൽ താഴ്ന്ന് അത് മോട്ടർ ലെവലിൽ നിന്ന് താഴെ പോകുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നോക്കാം. അപ്പോൾ മോട്ടർ ഇതാ ഏകദേശം ഡ്രൈ ആയി തുടങ്ങി. എന്നാലും കുറച്ച് ലോഡ് എടുക്കുന്നുണ്ട്. ഇതാ മോട്ടർ ഓഫായി. നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന മോട്ടർ ഓഫായി. ഇനി നമുക്ക് പാനലിൽ എന്താണ് ഇൻഡിക്കേഷൻ കാണിക്കുന്നത് നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ടൈമറാണ് കാണിക്കുന്നത്. ഡ്രൈ റണ്ണും വർക്ക് ചെയ്യും. കാരണം നമ്മളിനി ഡ്രൈ റണ്ണായിട്ട് ഓടിയതാണ്. അത് 1 മിനിറ്റ് കഴിയുമ്പോൾ റീസ്റ്റാർട്ട് ആവാനാണ്. DLN എന്ന് പറഞ്ഞ ഇൻഡിക്കേഷൻ കാണിക്കുന്നത് ഇപ്പോൾ നിലവിൽ മോട്ടർ ഡ്രൈ ആയിട്ട് ഓടിയോണ്ടാണ്. 4.1 ആയിരുന്നു ഡ്രൈ ആയിട്ട് ഓടിയപ്പോൾ ഉള്ള റണ്ണിങ് ആംബിയർ എന്ന് പറഞ്ഞാൽ. ഇത് കാണിക്കുന്നത് ഇപ്പോഴത്തെ നമ്മുടെ ലൈനിലെ വോൾട്ടേജ്. ഇനി നമ്മുടെ 1 മിനിറ്റ് കഴിഞ്ഞു. ഓൺ ടൈമറാണ് ആദ്യം എടുത്തത്. നമ്മൾ 1 മിനിറ്റ് കഴിഞ്ഞ് ഓൺ ആവാൻ പാകത്തിന് സെറ്റ് ചെയ്തായിരുന്നു. ഇനി അത് 2 മിനിറ്റാണ് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നത്. അത് വർക്ക് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാ വെള്ളം എടുക്കുന്നില്ല. വീണ്ടും ഡ്രൈ റൺ എന്ന് പറഞ്ഞ് കട്ട് ഓഫായി. ഇനി ഡ്രൈ റൺ കഴിഞ്ഞിട്ടുള്ള നമ്മൾ ഓട്ടോ റീസെറ്റ് 1 മിനിറ്റ് കഴിഞ്ഞുകൊണ്ട് 1 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഡ്രൈ റൺ ആണെങ്കിൽ വീണ്ടും അത് കട്ട് ഓഫ് ആവും. ജസ്റ്റ് ഇനി വേറെ ഒരു കാര്യം കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഡ്രൈ റൺ ഓട്ടോ റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. അല്ലെങ്കിൽ ഞാനിത് മാനുവലിലേക്ക് ഇടുവാണ്. ഇനി ഞാനതിൽ സെറ്റ് കൊടുത്തു. ലോ വോൾട്ടേജ് ഓക്കെ, ഹൈ വോൾട്ടേജ് ഓക്കെ. ഡ്രൈ റൺ അത് തന്നെ സെറ്റ് ചെയ്തു. ഓവർലോഡും അത് തന്നെ. നമ്മുടെ ഈ ഓൺ ടൈമർ ഞാൻ നിലവിൽ അത് ഓഫ് ചെയ്യുവാണ്. ഇനി ഈ ഡ്രൈ റൺ റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു തവണ മോട്ടർ വെള്ളമില്ലാതെ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തനിയെ എത്ര നേരം കഴിഞ്ഞ് വെള്ളം അതിൽ ഫില്ലായി വരുമെന്ന് നമുക്കറിയാമെങ്കിൽ നമ്മൾ അതിനാണ് ഈ ഡ്രൈ റൺ റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, DR എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വയ്ക്കുന്നത്. നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ടൈമറും കാര്യങ്ങളെല്ലാം ഓഫാക്കി നമ്മളൊന്ന് മോട്ടർ ഓൺ ചെയ്ത് നോക്കുകയാണ്. നമ്മളത് ഓട്ടോ മോഡിലിടണം. ഓൺ ചെയ്യുകയാണ്. അപ്പം മോട്ടർ ഓണായി. എന്താ നമ്മൾ ശ്രദ്ധിച്ചറിയാതെ വെള്ളം എടുക്കുന്നില്ല. ഇതിൽ വരുന്ന ഇൻഡിക്കേഷൻ 4.2 ആംബിയർ ഡ്രൈ റൺ ഇൻഡിക്കേഷൻ വന്നു. മോട്ടർ ഡ്രൈ റണ്ണായി ഓഫായിപ്പോയി. ഇനി അടുത്ത ഫംഗ്ഷൻ വർക്ക് ചെയ്യാൻ പോകുന്നത് ഡ്രൈ റൺ ഓട്ടോ റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മളിനി ഡ്രൈ റൺ റീസ്റ്റാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. മോട്ടർ ഡ്രൈ ആയിട്ട് ഓടി. ഞാൻ പറഞ്ഞ പോലെ എത്ര നേരം കൊണ്ട് ഫില്ലായി വരുന്നു എന്ന് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്യുക. നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. അടുത്ത ഇൻഡിക്കേഷൻ ഡ്രൈ റൺ 001 ആണ്. അതായത് 1 മിനിറ്റ് കഴിയുമ്പോൾ ഈ മോട്ടർ തനിയെ ഓണായി നോക്കും, വെള്ളം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. വെള്ളമില്ലാന്നുണ്ടെങ്കിൽ വീണ്ടും അത് ഓഫാവും. വീണ്ടും 1 മിനിറ്റിന് ശേഷം വീണ്ടും റീസ്റ്റാർട്ടായി നോക്കും. നമുക്ക് ജസ്റ്റ് ഒരു 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇതാ 1 മിനിറ്റ് കഴിഞ്ഞു. ഡ്രൈ റൺ ഓൺ എന്ന് പറഞ്ഞ് കാണിച്ചു, ഇൻഡിക്കേഷൻ കാണിച്ചു. മോട്ടർ വീണ്ടും ഓണായി. പക്ഷേ ഇതാ നമ്മുടെ ഇതിൽ വെള്ളമില്ല. നമുക്കൊരു നിസ്സാര സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ 4.3 ആണ്. ഇതാ ഡ്രൈ റൺ എന്ന് കാണിച്ചു, മോട്ടർ ഓഫായിപ്പോയി. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഫങ്ഷൻസ് വരുന്നത്.
ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാവുന്നൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോട്ട് കൺട്രോളാണ്. അത് ഞാൻ ഒന്ന് പെട്ടെന്ന് കണക്ട് ചെയ്ത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മളിന്ന് എടുത്തേക്കുന്ന സിനിക്കോൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫ്ലോട്ട് സ്വിച്ചാണ്. ഫ്ലോട്ട് സ്വിച്ച് പല രീതികളിൽ നമുക്ക് കണക്ട് ചെയ്യാം. ടാങ്ക് ഫില്ലിങ്ങിനായിട്ട്, ഡ്രൈ റണ്ണിനായിട്ട്. നമ്മളിവിടെ ടാങ്ക് ഫില്ലിങ്ങിനായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതിൽ എപ്പോഴും മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ ടാങ്ക് ഫില്ലിങ്ങിനായിട്ട് റെഡ് ബ്ലാക്ക് വയർ കണക്ട് ചെയ്യണം. ഇൻസുലേറ്റ് ചെയ്തിട്ട് ബ്ലൂ വയർ അൺയൂസ്ഡ് ആയിട്ട് ഇടാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യേണ്ടത് റെഡും ബ്ലാക്കും ആണ്. അത് നമ്മുടെ യൂണിറ്റിൻ്റെ ബാക്കിലായിട്ട് ഫ്ലോട്ട് എന്നും പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ടാവും. ഈ ഫ്ലോട്ട് എന്നിൽ നമ്മൾ പറഞ്ഞ പോലെ റെഡും ബ്ലാക്കുമാണ് കണക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അതിൻ്റെ ഫ്ലോട്ടിൻ്റെ നമ്മൾ ആദ്യം കാണിച്ച ആ ഫംഗ്ഷൻ നിലവിൽ ഓഫ് ചെയ്തിട്ടേക്കുവാണ്. നമ്മളത് ഓൺ ചെയ്തിട്ട് നമ്മളതിൻ്റെ ഫ്ലോട്ട് കൺട്രോളും വർക്കിങ്ങും കാണിച്ചു തരാം. ഓക്കെ, നമ്മളിപ്പോൾ നിലവിൽ ഫ്ലോട്ട് കണക്ട് ചെയ്തു. ഇനി ഇപ്പോൾ ഇത് ടെമ്പററി ആയിട്ടായിരുന്നു ഉള്ളിക്കട ഇടുന്നില്ല. ഇനി ഞാനത് ഫ്ലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലോട്ട് നമ്മൾ വെറുതെ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണാവില്ല. അതിന് പകരം നമ്മൾ വീണ്ടും അത് സെറ്റ് എന്നുള്ള പ്രസ് ചെയ്യുക. ലോ വോൾട്ടേജ്, ഹൈ വോൾട്ടേജ്, ഡ്രൈ റൺ ഓവർലോഡ് കൊടുത്തിട്ടുണ്ട്. ഓൺ ടൈമർ, ഓഫ് ടൈമർ, സ്റ്റാർട്ടിങ് കപ്പാസിറ്റർ. ഇതിൽ ഫ്ലോട്ട് എഫ് ആണ് നിലവിൽ കിടക്കുന്നത്. നമ്മളത് ചേഞ്ച് ചെയ്ത് എൻ എന്നാക്കി കൊടുക്കും. ഓക്കെ, ഇനി ഡ്രൈ റൺ റീസ്റ്റാർട്ട് വേണമെങ്കിൽ കൊടുക്കാം, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളത് ഏത് ഫംഗ്ഷൻ കൊടുത്താലും വെള്ളം ഇല്ലാത്ത സമയത്ത് ഇത് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇത് ഓണായി. നമുക്കിനി കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ വേറൊരു പ്രശ്നം, നമ്മൾ സെക്ഷൻ എടുക്കുന്ന ടാങ്കിൽ വെള്ളം ഇല്ലാത്ത കാരണം അതിപ്പോൾ വീണ്ടും ഓഫാവും. അപ്പോൾ അത് വെള്ളം എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഓഫായി പോകും. ഞാനപ്പോൾ അത് വെള്ളം നിറയ്ക്കാം ആദ്യം ആ ടാങ്കിൽ. നമ്മൾ ഫ്ലോട്ട് നിലവിൽ കണക്ട് ചെയ്തു. നമ്മൾ വെയിറ്റ് നിലവിൽ വെച്ചിട്ടില്ല. അതിന് പകരം ഞാനൊരു വേറൊരു വെയിറ്റ് ഇതിൽ കയറ്റി വെച്ചേക്കാണ്. ഇതിനൊരു വെയിറ്റ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിലവിൽ ചെയ്തേക്കുന്നതനുസരിച്ച് ഏകദേശം ഈ പൊസിഷനിൽ വരുമ്പോൾ ഓഫ് ആകാൻ പാകത്തിനാണ് നമ്മളത് ഫ്ലോട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി ഇത് നമ്മുടെ പാനലിൽ എങ്ങനെയാണ് വർക്കിംഗ് ആവണമെന്ന് നമുക്ക് നോക്കാം. പാനൽ ഓണാണ്. നമ്മൾ ഓൺ ചെയ്തു. ഓക്കെ, മോട്ടർ 7.5 ആണ്. ഇനി ഡ്രൈ റൺ കാണിക്കില്ല. ഇനി നമുക്ക് ജസ്റ്റ് ഫ്ലോട്ടിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഫ്ലോട്ട് ഇത്തരം ഫോഴ്സിൽ താന്നു പോകുമല്ലേ. കുറച്ചങ്ങനെ കൊടുക്കും. ഓക്കെ, ഫ്ലോട്ട് ഇപ്പം നിലവിൽ പൊങ്ങി. ഈ സൈഡിൽ ഫ്ലോട്ട് പൊങ്ങി കിടക്കുകയാണ്. നമ്മുടെ ഫോഴ്സ് കാരണം ഫ്ലോട്ട് തെറിച്ചൊരു സൈഡിൽ പോയി. അപ്പോൾ നമ്മുടെ ഒരു സാധാരണ ടാങ്കിൽ ഇതേപോലെ വെള്ളം ഫില്ലായി പോകുമ്പോൾ ഇതേപോലെ ഫ്ലോട്ട് പൊങ്ങിയിരിക്കും നിൽക്കുക. ഞാൻ നിങ്ങൾക്ക് ഒരു ഡെമോ തരാൻ വേണ്ടിയാണ്. കാരണം നേരെ തന്നെ കുത്തി വീഴുന്നതുകൊണ്ട് നമുക്കത് ആ ഫ്ലോട്ട് തെറിച്ച് പോയി ഒരു സൈഡിലേക്കായിപ്പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ബേസിക് ഫംഗ്ഷൻസ്. ഇത് ഇത്രയും കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഇല്ലാത്ത സമയത്ത് തനിയെ ഓണാവും. ടാങ്ക് നിറഞ്ഞ് കഴിയുമ്പോൾ ഓഫാവും. ഇനിയിപ്പോൾ നമ്മൾ എടുക്കുന്ന സോഴ്സ്, ഇപ്പോൾ കിണറാണെങ്കിലും ഇതേപോലത്തെ ഒരു സംഭവമാണെങ്കിലും എന്താണെങ്കിലും അതിൽ വെള്ളം ഇല്ലാതെ വരുമ്പോൾ ഓഫായി പോകും. അത് ബേസിക്കായിട്ടൊരു ട്രാൻസ്ഫോമറാണ് ഉപയോഗിക്കുന്നത്. കറണ്ട് സെൻസ് ചെയ്തിട്ട് നമ്മൾ ആ സെറ്റ് ചെയ്യുന്ന കറണ്ടിൻ്റെ വ്യത്യാസങ്ങൾ സെൻസ് ചെയ്തിട്ടാണത് ഓഫാവോ ഓണാവുകയും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സിംഗിൾ ഫേസിനോ 3 ഫേസിനോ ഏത് പമ്പിന് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ്. 3 ഫേസിനാണെങ്കിൽ മോഡലിൽ മാറുന്നത് മാത്രമേ ഉള്ളൂ. ഇതേപോലെ തന്നെ ഫ്ലോട്ട് കണക്ട് ചെയ്യാവുന്ന സിസ്റ്റമാണ് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതേപോലത്തെ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കറൻറ്റ്ലി ലോക്ക്ഡൗണിലാണ് 7 ദിവസത്തേക്കായിട്ട്. അടുത്ത ഒരു വ്യാഴം വെള്ളി സമയത്തൊക്കെ ആയിരിക്കും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക. അതായത് 24-ാം തീയതി സ്റ്റാർട്ട് ചെയ്താണ്. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ ലോക്ക്ഡൗൺ തീരുള്ളൂ. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കുന്നുള്ളൂ. ഇത് നമ്മൾ കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് അയച്ചു തരാൻ പറ്റും. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ തീർച്ചയായിട്ടും ഇത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതേപോലൊരു ഐറ്റം നോക്കി നടക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.